2 കിലോമീറ്റർ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ഉള്ളത്. ചൂരൽമലയിൽ നിന്ന് പാലം കടന്ന 2 കിലോമീറ്ററോളം പോകണം. ആ ഭാഗത്തേക്ക് ആർക്കും എത്താൻ പറ്റിയിട്ടില്ല. മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും അതീവ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ദുരന്തത്തിൻ്റെ വ്യാപ്തി പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം ആണ് മുണ്ടക്കൈയിലുള്ളത്. ഇപ്പോൾ ഈ മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ആ സ്ഥലത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവിടുത്തെ ദുരന്തം എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ പോലും മാർഗമില്ലാത്ത സ്ഥിതിയാണ്. ഈ പുലർച്ചെയൊക്കെ പലരുടെയും ഫോൺ ലഭിക്കുന്നുണ്ടായിരുന്നു, ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതും ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ട്. എല്ലാവരും ഈ ചൂരൽമല ടൗണിൽ കുടുങ്ങിക്കിടക്കുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ പ്രദേശത്തും ചൂരൽമലയിലും ഇത് ബാധിച്ച ആളുകളുണ്ട്, അവരെയും രക്ഷിക്കണം. അത്തരത്തിലുള്ള സാഹചര്യമാണുള്ളത്. MLA നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ഉണ്ട്. ഇതിൻ്റെ എന്തെങ്കിലും ഒരു വ്യാപ്തി അവിടെ നിന്നുള്ള ഫോൺ സന്ദേശം MLAക്ക് കിട്ടിയിരിക്കുന്നൊരു? ഞാൻ പലരോട് സംസാരിച്ചിട്ടുണ്ട്. ഫോൺ സന്ദേശം വന്നിട്ടുണ്ട്, ഗ്രൂപ്പിൽ വന്നതുണ്ട്, നേരിട്ട് വിളിച്ചതുണ്ട്. മാർഗം ഇതുവരെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം വിംസിലേക്ക് എത്തി എന്ന് പറയുന്നത് ഈ ചൂരൽമലയുള്ളതായിരിക്കുന്ന ആളുകളെ, മുണ്ടകയിലുള്ളതായിരിക്കുന്ന ആളുകളെ നമുക്ക് അവിടെ നടക്കുന്ന ഫാക്ച്വൽ സിറ്റുവേഷനും അവിടെയുള്ളതായിരിക്കുന്ന ഗൗരവമായി എത്രത്തോളം കേഷ്വാലിറ്റി, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തത പൂർണ്ണതയിൽ ഇപ്പോൾ കിട്ടിയിട്ടില്ല. നമ്മളോട് ആളുകൾ മാറി ഓടി രക്ഷപ്പെട്ട് ഓരോ ഇടത്തേക്ക് മാറിയതായ ആളുകളുടെ ഫോൺ കോളുകളാണ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. രക്ഷിക്കൂ എന്ന് പറയുന്നതായിട്ടുള്ള മുറവിളികൾ കേട്ടിട്ടുള്ള ഫോൺ കോളുകളും വന്നിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് പോകാൻ പാലം സമ്പൂർണ്ണമായി തകർന്നതുകൊണ്ടും റോഡിൽ ഗുരുതരമായ മണ്ണിടിച്ചിൽ വന്നു. ഒരു ടീം പോയത് അവിടെ ചെറുതായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പൊട്ട് വന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം വന്ന സമയത്ത് ആകെ ഒരു ഭയാനകമായ അന്തരീക്ഷം വന്നു. അപ്പോൾ NDRFിൻ്റെ ടീം വന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്കെച്ചിങ് ഇപ്പോൾ പൂർത്തിയാക്കി. NDRF ടീമിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ ആരംഭിക്കും. അവർ പുഴ കടന്നു പോകും, പുഴ കടന്നു പോകണം. ഈ 2 ഭാഗത്തൂടെയും പോയി ആളുകളെ മുഴുവൻ എത്തിക്കാനുള്ള നടപടി, പിന്നെ ടെമ്പററി സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിനുവേണ്ടി ക്രമീകരിക്കുകയാണ്. T. സിദ്ദിഖ് MLA ആണ് ഇതുവരെയുള്ള സിറ്റുവേഷൻ വിശദീകരിച്ചത്. ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി പറയുന്നു. നമ്മൾ കൂടി കുറച്ചുകൂടി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറേണ്ട സാഹചര്യമുണ്ട്. കനത്ത മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു ഈ പ്രദേശത്ത്. ചൂരൽമല ടൗണിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. ചൂരൽമലയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയുണ്ട്. ചൂരൽമലയിലടക്കം ഈ മുണ്ടക്കൈയിൽ നിന്ന് വെള്ളവും ചെളിയും ഒഴുകി എത്തി ചൂരൽമല ടൗൺ അടക്കം മൂടുന്ന സാഹചര്യമുണ്ട്. നിങ്ങളൊക്കെ എവിടെ താമസിക്കുന്നവർ? ഇവിടെ മേപ്പാടിയിൽ നിന്ന് വന്നതാണ്. എപ്പോഴാണ് അറിഞ്ഞത്? ഞങ്ങളൊരു 3 മണിയായപ്പോൾ അറിയണം. വോയിസ് കേട്ടിട്ട് വന്നതാണ്. പലരും അറിഞ്ഞ മേപ്പാടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പക്ഷേ ആർക്കും മുണ്ടക്കൈയിൽ യഥാർത്ഥത്തിൽ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് റോഡ് ക്ലിയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആംബുലൻസുകൾ പോകുന്നു. ഇതൊക്കെ പക്ഷേ ചൂരൽമലയിൽ പുഴയ്ക്ക് ഇക്കരെ ഉള്ള അപകടാവസ്ഥയിലുള്ള ആളുകളെയൊക്കെയാണ് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. യഥാർത്ഥ ദുരന്ത ഭൂമിയിൽ നിന്ന് ആരെയും ഇതുവരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങോട്ടേക്ക് ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഓഡിയോ സന്ദേശങ്ങളും ചില ഫോൺ കോളുകളും ഒക്കെ മാത്രമാണ് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും ലഭ്യമായിട്ടുള്ള വിവരം. അത്തരത്തിൽ പല ഫോണുകളും ഓഫായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ഇപ്പോൾ സന്ദേശങ്ങൾ വരുന്നുമില്ല. പ്രത്യേകിച്ച് വളരെ ഒറ്റപ്പെട്ട മേഖലയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. കാരണം ഒറ്റ വഴിയാണ് മേപ്പാടിയിൽ നിന്ന് ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുന്നത്. ഒരു ചുരത്തിന് സമാനമായ ഒരു മലമ്പാത, അതായത് പുത്തുമലയൊക്കെ കടന്നു വേണം ഇങ്ങോട്ട് എത്താൻ. 2019 ദുരന്തമുണ്ടായ പുത്തുമല, കള്ളാടി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ പിന്നിട്ട് ഈ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്നത് ഏക റോഡാണ്. അതിപ്പോൾ ചൂരൽമല വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്, രക്ഷാപ്രവർത്തകർക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചൂരൽമലയിൽ നിന്ന് ഇതിൻ്റെ എൻഡായ ഈ റോഡിൻ്റെ അവസാന ഭാഗമായ മുണ്ടക്കൈയിലേക്ക് പോകുന്ന പാലം തകർന്നിരിക്കുന്നു. മുണ്ടക്കൈയിലാണ് ദുരന്തം ഉണ്ടായത്. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നില്ല. എല്ലാവരും ചൂരൽമലയിൽ കുടുങ്ങിക്കിടക്കുന്നു. മുണ്ടക്കൈയിൽ നിന്ന് ഒഴുകി വന്ന
ചെളിയും വെള്ളവുമൊക്കെ ഈ ചൂരൽമലയിലടക്കം റോഡിൽ കെട്ടിക്കിടക്കുന്നു. അത് ക്ലിയർ ചെയ്യുന്നു. NDRFിൻ്റെ സംഘത്തിന് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. പോയവർ തന്നെ പുഴ കടന്നു പോയ ചിലർ അവിടെ മണ്ണിടിഞ്ഞ് കുടുങ്ങിയെന്നൊരു വിവരവുമുണ്ട്. എന്തായാലും നേരം അല്പമെങ്കിലും ഒരു വെളിച്ചം വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ. ഇപ്പോഴും NDRFിൻ്റെ സംഘം വരുന്നുണ്ട്. സൈന്യത്തിൻ്റെ സഹായം വേണമെന്ന മുഖ്യമന്ത്രിയോട് ജനപ്രതിനിധികൾ ഉള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ പഞ്ചായത്ത് മെമ്പറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? എന്താണ് ഇതുവരെയുള്ള വിവരം? ഞങ്ങൾ 2:20 അറിഞ്ഞത്. 2:20 സംഭവിച്ചത്. മുണ്ടക്കൈ മേലഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടിയത്. 2-3 പാടികളും അതേപോലെ തന്നെ കർണാടകക്കാർ ഒരു 4 പേര്, ഈ പുഴയുടെ ചൂരമലയുടെ പുഴയുടെ താഴ്ഭാഗത്തുള്ള ഒരു 3-4 പേരൊക്കെ അവിടെ കാണാതായിട്ടുണ്ട്. ഇപ്പോഴും അവിടുത്തെ ഒരു വ്യാപ്തി നമുക്ക് എത്ര പേരുണ്ടെന്നോ എത്ര പേര് കുടുങ്ങിയെന്നോ എന്തെങ്കിലും പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും നേരം വെളുത്തു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എത്ര പേര് പോയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരുവിധ അറിവുകളും ഇല്ല. ഇതുവരെ ഇപ്പുറത്തുനിന്നുള്ള ആർക്കെങ്കിലും ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, അവിടെ നിന്നുള്ള ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും ദുർഘടമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ടും എത്താൻ കഴിഞ്ഞിട്ടില്ല, അവിടെ നിന്ന് ആർക്കും തിരിച്ചും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യമുണ്ട്. ദുരന്ത ഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊരു ധാരണ പോലും ലഭ്യമാകാത്ത സാഹചര്യമാണ് ചൂരൽമലയിലുള്ളത്. മുണ്ടക്കൈയിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ വൈകിട്ട് 3 മണി സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ മുണ്ടക്കൈയിൽ ഏറ്റവും പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് നമ്മളടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നമ്മളൊരു 4 മണിയോടെയാണ് പോരുന്നത്. അതിനുശേഷം വീണ്ടും മഴ കനത്തു. രാത്രി അർദ്ധരാത്രിക്ക് ശേഷം 1 മണിയോടെ ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി. അതിനുശേഷമാണ് ഈ സന്ദേശങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എത്രത്തോളം വ്യാപ്തിയുണ്ട് എന്നൊന്നും ഇപ്പോഴും ലഭ്യമല്ല. കുറേ ഓഡിയോ മെസ്സേജുകളും ഫോൺ കോളുകളും വന്നത് മാത്രമാണ് ഇപ്പോഴും നമുക്ക് ഉള്ള വിവരങ്ങൾ. MLAയും ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചൂരൽമലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കും മുണ്ടക്കൈയിലേക്ക് പോകാൻ കഴിയുന്നില്ല. പാലം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഒരു ആംബുലൻസുകൾ ഇപ്പോഴും ആംബുലൻസുകളൊക്കെ വന്ന ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ പക്ഷേ ഇപ്പുറത്തുള്ള ചൂരൽമല ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. മുണ്ടക്കൈയിൽ നിന്ന് ആരെയും പുറത്തേക്ക് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സൈന്യത്തിൻ്റെ അടക്കം സഹായം തേടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പുഴയ്ക്ക് ടെമ്പററി പാലമെങ്കിലും നിർമ്മിക്കാതെ ആളുകളെ ഇപ്പുറത്തെത്തിക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും നേരം വെളുത്തു കഴിഞ്ഞാൽ കൂടുതൽ സന്നാഹങ്ങൾ എത്തിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.